ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലും പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും പെരുന്നാളാവാറല്ലേ, അപ്പോൾ പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ശരിക്കും സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബട്ടർ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങല. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 5 to 6 ഗ്രാമിൻ്റെ അടുത്തായിട്ടുണ്ട്. 5 ഗ്രാമോളം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇത് മുങ്ങുന്ന രീതിയിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോഴത്തേക്കിനും ഒന്ന് സോഫ്റ്റായി കിട്ടും, പെട്ടെന്ന് മെൽട്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പാല്, നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കി കിട്ടാനുള്ള ഒരു പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇനി നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങല. ഇപ്പോൾ ഏകദേശം ചൈന ഗ്രാസൊക്കെ സോക്ക് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ പാലെടുക്കുമ്പോൾ വെള്ളം ചേർത്തിട്ടൊന്നും എടുക്കണ്ട കേട്ടോ, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് 1/2 കപ്പ് നിറയെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ പിൻ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതായാലും ഏതാണേലും കുഴപ്പമില്ല, നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഇതൊരു ബട്ടർ പുഡിംഗ് അല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ ബട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അമൂലിൻ്റെ 100 ഗ്രാം അളവിൽ ബട്ടർ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസിൽ അത് മൊത്തത്തിൽ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുതന്നെ ഈ ഒരു പുഡിംഗ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സിമ്പിളാണെന്നുള്ളത്, അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബട്ടറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽട്ടായിക്കോളും. അതുപോലെ തന്നെ ചൈന ഗ്രാസും മെൽട്ടായി വന്നോളും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലേ ഞാനിപ്പോൾ 1/2 കപ്പിൽ മൊത്തത്തിൽ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര മൊത്തത്തിൽ എടുക്കുക, അല്ലെങ്കിൽ പകുതിയായിട്ട് ചേർക്കുക കേട്ടോ. പഞ്ചസാര പകുതി, കണ്ടൻസ്ഡ് മിൽക്ക് പകുതി, അങ്ങനെയും ചേർക്കാം. അത് എന്തായാലും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് കണ്ടില്ലേ, ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി ഒരു യെല്ലോ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചൈന ഗ്രാസൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽട്ടായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫ്ലെയിം കുറച്ച് ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽട്ടായതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് ഒഴിക്കുക. ഒഴിച്ച ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക കേട്ടോ. ഫ്ലെയിം ഒട്ടും കൂട്ടാൻ പാടില്ല, കാരണം പെട്ടെന്ന് ഇത് ടൈറ്റായി വരുമല്ലോ, പിന്നെ അവിടെ ഇവിടെ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ പാലിലൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് മെയിനായിട്ട് ഇതിൽ ചേർക്കേണ്ടത്, ഒന്നിക്കിൽ ഇതുപോലെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്ക് ഇത് ചേർക്കുക, അല്ലെങ്കിൽ ബ്രെഡ് സ്ലൈസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രൗൺ പോർഷൻ കട്ട് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് പാർട്ട് ചേർക്കട്ടെ. ഇതിലേതാണോ ഇഷ്ടമുള്ളത്, ഏതാണോ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെന്ത് വരണമല്ലോ, ആ ഒരു ടൈം മാത്രമേ വേണ്ടുള്ളൂ, ഇനി ഒരുപാട് ടൈമൊന്നും വേണ്ട. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 6 7 8 ബിസ്ക്കറ്റ് എടുക്കുക കേട്ടോ, അതിൽ കൂടണ്ട. അഥവാ ബ്രെഡ് സ്ലൈസസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3 സ്ലൈസൊക്കെ മതിയാകുക, അതിൽ കൂടണ്ട, ഓവറായിട്ട് എടുക്കണ്ട. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാം, നമ്മൾ മിൽക്ക് മെയ്ഡ് നേരത്തെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തല്ലോ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ ബിസ്ക്കറ്റും ഒക്കെ ചേർത്തിട്ട് നോക്കുക കേട്ടോ. മധുരം പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം.
ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കസ്റ്റാർഡ് പാൽ മിക്സൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ട് പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇതുപോലെ തിളപ്പിക്കണേ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ പൊടിയൊക്കെ പച്ച ടേസ്റ്റ് അതുപോലെ തന്നെ നിൽക്കും, പുഡിങ്ങിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല വേവാതെ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇനി ലാസ്റ്റ് ഇതിലേക്കൊരു മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും കൂടി ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുന്ന ചൂടില്ല, ആ ഒരു പരിവാകുന്ന സമയത്ത് നമുക്കിത് എടുക്കാം കേട്ടോ. അങ്ങനെ ഓവർ തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പകുതി ചൂടാകുന്ന സമയത്ത് നമുക്കിത് മിക്സിയിലേക്ക് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബട്ടർ പുഡിംഗ് മിക്സ് കണ്ടില്ല, ഒന്നങ്ങ് ചൂട് കുറയുന്ന സമയത്ത് നമുക്ക് അടിച്ചെടുക്കാൻ പാകത്തിന് ചൂടാകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ ഒന്നിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2 തവണയായിട്ട് അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ കട്ടയൊന്നും പാടില്ല കേട്ടോ. മൊത്തത്തിൽ നല്ല ഫൈനായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ട്രേ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു ബൗളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം, എങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇത് എന്നിട്ട് അടിച്ചെടുത്തിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് മൊത്തത്തിൽ ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ടൊരു 3-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സെറ്റാകും കേട്ടോ. കുറച്ചൊന്ന് നന്നായിട്ട് ചൂടാറുമ്പോൾ തന്നെ ചൈന ഗ്രാസൊക്കെ ഇട്ടില്ല, ഒന്ന് പാകത്തിന് സെറ്റായി വരും. ഫ്രിഡ്ജിലും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഒന്നും വേണ്ട, പൊളിക്കും കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ലൈറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫോയിലോ ക്ലിംഗ് റാപ്പോ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തിട്ട് വേണേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ക്രീമി പുഡിങ്ങാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് എൻ്റെ കയ്യിൽ പിസ്ത സ്ലൈസസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ, നിങ്ങളുടെ കൈ പോലെ ഇരിക്കും അതിൻ്റെ ഭംഗി. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്